ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും കുറേ ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കായ്പോളൻ്റെ റെസിപ്പി ഇടുമെന്ന്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഞാൻ എങ്ങനെ സെയിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് മൊരിച്ചിട്ട് എടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, ഇതുപോലെയും ഉണ്ടാക്കുക. 2 രീതിയിലും ഉണ്ടാക്കാം. പിന്നെ കൂടുതൽ ടേസ്റ്റ് എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുത്തിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സ്നാക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. പിന്നെ ഇതാ ഒരു 4 മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, ഒരു 3 ഏലക്കായ് കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതും കൂടി എല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മുടെ കായ് വഴറ്റിയതില്ലേ അതിലേക്ക് ആ കൂട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് എന്താക്കുക, അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കണം. അത് താണു പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇതാ നമ്മുടെ കായ്പോള റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയതെന്നും പിന്നെ എങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യാൻ ആൾക്കാരെ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.